സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഓരോ പൗരന്റെയും മൗലികാവകാശമാണ്. എന്നാൽ ഇന്ന് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നാം കാണുന്നത് ഈ ജനാധിപത്യ മൂല്യങ്ങളെ അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ ക്രൂരമായ ശ്രമങ്ങളാണ്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാന ശക്തി. എന്നാൽ അവർക്കെതിരെയാണ് ഡൽഹി പോലീസും കേന്ദ്ര ഏജൻസികളും ചേർന്ന് അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. ലാത്തിചാർജിലൂടെയും ദ്രോഹങ്ങളുടെയും വഴി ചോര ചിന്തിയ തെരുവുകളിൽ സമരപ്പന്തലിലേക്ക് വെള്ളവും ഭക്ഷണവും എത്തുന്നത് പോലും പോലീസും SPRPFും ചേർന്ന് തടയുകയാണ്. കടുത്ത ചൂടിലും പട്ടിണി കിടന്നു തളർന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കികളും കണ്ണീർ വാതകവും പ്രയോഗിച്ച് ദയയില്ലാത്ത നടപടികളാണ് മോദി സർക്കാർ കൈകൊള്ളുന്നത്. പ്രായമായവരോ സ്ത്രീകളോ കുട്ടികളോ എന്ന വ്യത്യാസമില്ലാതെയാണ് അതിക്രമം നടക്കുന്നത്. ഭരണകൂടം തങ്ങളുടെ മർദ്ദനമുറകൾ ലോകം അറിയരുതെന്ന വാശിയോടെ സമരസ്ഥലത്തെ ഇന്റർനെറ്റ് ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിച്ചു. എങ്കിലും സത്യം തിരിച്ചറിഞ്ഞ് ജന്തർ മന്ദറിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. മക്കളെ ഓർത്ത് ഭയപ്പെടുന്ന മാതാപിതാക്കളും നാളത്തെ തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരും ഈ സമരത്തിൽ അണിചേർന്നു. എന്നാൽ ഈ ജനരോഷത്തിൽ ഭയന്ന ഭരണകൂടം സമരസ്ഥലത്തേക്ക് ആളുകൾ എത്തുന്നത് തടയാൻ അടുത്തുള്ള മെട്രോ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ നിർത്തുന്നത് ഒഴിവാക്കുകയും ടാക്സി സർവീസുകൾ വിലക്കുകയും ചെയ്തു. ഇതിന് പുറമെ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളാണെന്ന പ്രൊപ്പഗണ്ട പ്രചരിപ്പിക്കാനും ശ്രമമുണ്ടായി. സമരത്തിന്റെ പ്രധാന മുഖങ്ങളിൽ ഒന്നായ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ ചൈനീസ് ഏജന്റ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കാനും കേന്ദ്ര സർക്കാർ അനുകൂലികൾ മുതിർന്നു. എന്നാൽ 20 ദിവസത്തോളം നിരാഹാര സമരം അനുഷ്ഠിച്ച സോനം വാങ്ചുക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ രോഷാകുലരായ ആയിരക്കണക്കിന് യുവാക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. അനീതിക്കെതിരെ മൗനം പാലിക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഈ യുവതലമുറ. സുരക്ഷിതമല്ലാത്ത ഭാവി മുന്നിൽ കാണുന്ന ഇന്ത്യയിലെ യുവാക്കളുടെ നീതിയുക്തമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ മർദ്ദകമുഷ്ടി ഉയർത്തി എത്ര നാൾ ഭരണകൂടത്തിന് മൗനം പാലിക്കാൻ സാധിക്കും? 3 ആഴ്ചകൾക്ക് ശേഷം കേന്ദ്രമന്ത്രി JP നദ്ദയും BJP വക്താക്കളും നടത്തിയ കൂടിക്കാഴ്ചകൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഉണ്ടായ ഏക പ്രതികരണം. എന്നാൽ ഇത് അർത്ഥവത്തായ മാറ്റങ്ങളിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം. ജനാധിപത്യപരമായി ഭരണത്തിലേറിയ ഒരു സർക്കാരിനും ജനങ്ങളുടെ ശബ്ദം കേൾക്കില്ലെന്ന് ശാഠ്യം പിടിക്കാൻ സാധിക്കില്ല. തിരുത്തേണ്ട തെറ്റുകൾ സർക്കാർ ചെയ്തിട്ടുണ്ട്, അവ തിരുത്തുക തന്നെ ചെയ്യണം. അടിച്ചമർത്തലിൽ ഭയപ്പെടുന്ന ഒരു ജനതയായിരുന്നു നമ്മുടെ മുൻഗാമികളെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. ചരിത്രം മറക്കാത്തൊരു ജനത കൂടിയാണ് ഈ സമരം ചെയ്യുന്നവർ. തങ്ങൾക്ക് കൂടി സ്ഥാനം കിട്ടാനായി ചരിത്രം പുതുക്കി എഴുതാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആ സത്യം അറിയാതെ പോകരുത്.